ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു മസാലക്കറിയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ സവാളയൊക്കെ മൂക്കാനായിട്ട് ഇത്തിരി എണ്ണ വേണം ഇതിന്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 4 എണ്ണം. നമുക്കിതിലേക്ക് ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തീയെ ലോ ഫ്ലെയിമിലാക്കുക, കരിഞ്ഞു പോകരുത്. ഇത് ചെറുതായിട്ട് മൂത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 2 സവാള തന്നെ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. സവാളയൊക്കെ നല്ലവണ്ണം ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിക്കാം. തീയ് ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വേണം മൂപ്പിക്കാനായിട്ട്. ഈ സവാള മൂക്കാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോളിഫ്ലവറിൽ ഉപ്പിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചാണ് എടുത്ത് വെച്ചേക്കണത്. ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് അതൊക്കെ ഇട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിൽ നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂൺ നല്ലോണം ഇളക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ ഒരു തക്കാളി, ഒരു വലിയ തക്കാളി നോക്കി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് തയ്യാറാക്കി വെച്ചിരുന്നതാണ്. ഇത് ഒന്നുകൂടെ നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഗരം മസാല കൂടി വേണം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി കിടന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് യോജിക്കട്ടെ. മസാലയൊക്കെ നല്ലവണ്ണം ഇതിലേക്ക് പിടിക്കണം. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മസാലയൊക്കെ അതിൽ പിടിച്ച് നല്ലവണ്ണം വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞിട്ടപ്പോൾ വെള്ളം കൂട്ടി ഒഴിച്ചില്ല 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇച്ചിരി കൂട്ടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇവിടെ അധികം ഞാൻ ചാറ് എടുക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് ഇത്തിരി വേപ്പില തൂങ്ങി കൊടുക്കാം. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി, അപ്പം, ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മസാല റോസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് കൂടി നിൽക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ വരാം. താങ്ക് യു.